ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, വേറൊന്നുമല്ല. ഇപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ വീഡിയോ എന്തെങ്കിലും ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് പേര്, ഒരുപാട് പേരൊന്നും ചോദിക്കാറില്ല, കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് സ്കിൻ ഇത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നത്, ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് ഞാൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്താൽ മതി, അപ്പം തന്നെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കുമെന്ന്. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ സ്കിന്ന് കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അതിന് ഉള്ള ഒരു ഉദാഹരണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, വേറൊന്നുമല്ല. അതാ ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ നിങ്ങൾ കാണണം. ഇതാണ്ടോ, ഇവിടെ ഒരു വലിയ കുരു, അതുപോലെ വേണ്ടേ ഇവിടെ കുരു, പിന്നെ എൻ്റെ ഇവിടുത്തെ പാട് കണ്ടോ, കുരു ചെറുതായിട്ട് വരുന്നുണ്ട് ഇവിടെ. പിന്നെ നെറ്റിയിൽ കണ്ടോ, ഇവിടെയും കുരുവുണ്ട്. പിന്നെ ദാ ഇവിടെയൊക്കെ നോക്ക്, ചെറിയ ചെറിയ പാടുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ, അതുപോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ, ഞാൻ ഓൺലൈനായിട്ട് ഒരു ഡ്രസ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ നടക്കുമായിരുന്നു, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴത്തേക്കിനും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ നോക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിൽ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടിരിക്കുമ്പോൾ നമ്മളെങ്ങും പോകുന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന കാരണം എനിക്ക് സ്കിൻ കെയർ നോക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു കാര്യമേ ഞാൻ മൈൻഡേ ചെയ്യുന്നില്ലായിരുന്നു സ്കിൻ കെയറിന്റെ. അതുകൊണ്ട് വന്ന കുഴപ്പമാണ് കേട്ടോ അതാ ഇതൊക്കെ. അപ്പൊ ഇതിന്റെ ആ ഒരു റീസൺ ആണ് ഞാൻ കാണിച്ചത്. നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല നീറ്റായിട്ടിരിക്കും. അതിപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് തിരക്കായിക്കോട്ടെ, തിരക്കാണേലും കുഴപ്പമില്ല, സ്കിൻ കെയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും. ഇപ്പം ഞാൻ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ നോക്കാത്തത് കൊണ്ട് വന്നതാണ് കേട്ടോ ഈ കുഴപ്പങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും ഞാൻ എൻ്റെ സ്കിന്ന് എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിന്ന് ഹെയർ ഒന്നും കെയർ ചെയ്യത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഈ കുറേ നാളായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്ന് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് റിസൾട്ടും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് ദിവസം ഞാൻ സ്കിന്ന് കെയർ ചെയ്യാതെ ഇരുന്നപ്പോൾ വന്ന കുഴപ്പമാണ് കേട്ടോ ഇതിനിപ്പം ഒരു 2-3 ദിവസം ഞാൻ അടുപ്പിച്ച് എൻ്റെ നേരത്തെ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കാര്യമാണ്. അത് ഞാൻ മാറ്റിയെടുക്കും. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്കിൻ ഇത്ര ഇതായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് സഹിതം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നല്ല രീതിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കും. അതും ചുമ്മാ കണസാക്കുണസ സാധനങ്ങൾ യൂസ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഡുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ സ്കിന്നിന് ചേർന്ന കുറച്ച് സാധനങ്ങളുണ്ടാവും. ചിലപ്പം ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഈ സാധനം ഉപയോഗിക്കുക, പക്ഷേ അത് നിങ്ങൾക്ക് ചേരണമെന്നില്ല. നിങ്ങൾക്കത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കൊരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അയ്യോ ഇതെനിക്ക് പിടിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ഞാൻ മറ്റൊരാളായിക്കോട്ടെ പറഞ്ഞു തന്ന സാധനമാണെങ്കിലും, എത്ര വില കൂടിയ സാധനമാണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഒരു സ്കിന്നിന് എന്തെങ്കിലും ഒരു സ്യൂട്ട് ആവാതെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നിർത്തണം. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആഡ്സ് ഒക്കെ കണ്ട്, കുറേ പ്രൊമോഷനൊക്കെ കണ്ട് കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. സത്യം ഞാൻ പറയാലോ, കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അത് ഒരുപാട് പണികളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പണികളിൽ നിന്നാണ്
ഞാൻ ഇത് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്സ് കണ്ടിട്ട് വില കൂടുതലാന്ന് പറഞ്ഞ് സാധനം വാങ്ങരുത് എന്നുള്ളൊരു അനുഭവം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കി എൻ്റെ സ്കിന്നിന് സ്യൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലാതെ ഈ ആഡ് ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണെന്നല്ല. ഇപ്പം എൻ്റെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പ്രൊമോഷൻ ചെയ്യുവാണെങ്കിൽ, അതിപ്പോൾ ഒരു ക്രീം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഞാനൊരു പ്രൊമോഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതുവരത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനിയത്തെ കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ ഇനിയത്തെ ലൈഫ് എങ്ങനെയാണെന്നോ ഇനിയത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നിങ്ങളോട് ഞാനത് നല്ലതാണെന്ന് പറയത്തുള്ളൂ. ഇല്ലാതെ ഞാനത് താല്പര്യമില്ല എന്നുള്ള രീതിയിലേ വിട്ടിട്ടുള്ളൂ. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട്, അതായത് 3-4 വർഷമായിട്ട് ഫേസ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. നേരത്തെ ഡെയിലി ഉപയോഗിക്കുമായിരുന്നു. ഇപ്പം സ്ഥിരം ആയതുകൊണ്ട്, ഇത്ര വർഷം ആയതുകൊണ്ട് ആഴ്ച 2 ദിവസമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അത് ഉപയോഗിച്ചത് കൊണ്ടും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും എനിക്കത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഞാൻ ഓൾറെഡി ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവർ പേയ്മെൻ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് നോക്കി ചുമ്മാ ഒരു പ്രൊമോഷൻ പോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടും. ഇപ്പം വാങ്ങുന്നവർ വാങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതിന് ചെയ്യുവാണെന്നെങ്കിൽ ചെയ്യാനേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ പ്രൊമോഷനൊക്കെ കണ്ടിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ എനിക്ക് പണി കിട്ടിയത് കൊണ്ട് ഞാൻ വഴി വേറൊരാൾക്ക് അങ്ങനെ ഒരു അനുഭവം വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് വരുമ്പോൾ മിക്കതും തട്ടിക്കളയുന്നതും ചെയ്യാതിരിക്കുന്നതും. ഞാൻ ഉപയോഗിച്ച് നോക്കിയ സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ എനിക്ക് കൊള്ളത്തില്ല എന്ന് തോന്നിയ സാധനങ്ങൾ ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ഒരു കാര്യം നല്ലതാന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനെ കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം അത് കൊള്ളത്തില്ലെന്ന് പറയുവാണെങ്കിൽ അതിനെയും കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ മറ്റുള്ളവർ പറയുന്ന നോക്കി നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് നല്ലതെന്ന് പറയുകയും കൊള്ളത്തില്ല എന്ന് തോന്നുന്നത് കൊള്ളത്തില്ല എന്ന് പറയുകയും ഞാൻ ചെയ്യാറുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. കാരണം ഞാനത് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വേറൊരാൾ വഴി എനിക്ക് അബദ്ധം പറ്റിയതുപോലെ ഞാൻ വഴി വേറൊരാൾക്ക് അബദ്ധം പറ്റരുതെന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരു കമ്പനിയെ നശിപ്പിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയാനോ. ചില സമയം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ കമന്റ് ഇടാറുണ്ട്, ഈ പെണ്ണ് എല്ലാത്തിനും കുറ്റമേ പറയത്തുള്ളൂ. നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കുറ്റം മാത്രമല്ല നല്ല പ്രൊഡക്റ്റിന്റെ ഒരുപാട് നല്ല റിവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലതിനെ നല്ലതെന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എല്ലാ പ്രൊഡക്റ്റിനെയും കുറ്റം പറയാനായിട്ട് എനിക്ക് വട്ടാണോ ഉള്ള പ്രൊഡക്റ്റിനെ എല്ലാം വന്നിരുന്നു കുറ്റം പറയാൻ. ഇപ്പൊ തന്നെ ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ ഞാൻ ലിപ്സ്റ്റിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മറ്റേ ഒരു പിങ്ക് മാജിക് ഉണ്ട്, അതുപോലെ തന്നെ കളറ് മാറുന്ന ലിപ്സ്റ്റിക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ഒരുമാതിരി ജെല്ലി ടൈപ്പിലുള്ള, നമ്മൾ വൈറ്റ് കളറായിരിക്കും ഇടുമ്പോൾ പിന്നെ പിങ്ക് പിങ്ക് ആയി വരുന്ന, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സാധനമാണ്. ആ ഒരു പിങ്ക് മാജിക് അതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്കാവും. സത്യം പറയാലോ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ ഒരു ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് എറണാകുളത്ത് പോയപ്പോഴും ആദ്യമായിട്ട് ജോലിക്ക് പോയപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് ലിപ് ബാമും ഒന്നും ഇടത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ലിപ്സ്റ്റിക്ക് ഞാൻ തുടക്കം ഇട്ടത് പിങ്ക് മാജിക്കിൽ കൂടെ. പിങ്ക് മാജിക് ആണെങ്കിൽ നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ എഫക്റ്റ് വരത്തില്ല, ഒരു ലിപ് ബാം പോലെയാ. പിന്നെ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡല്ലേ, ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ ഒരു ഇത് വരത്തില്ല. അങ്ങനെ ഞാൻ എറണാകുളത്ത് നിന്ന സമയത്ത് ഫസ്റ്റൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിങ്ക് മാജിക് ആയിരുന്നു.
അത് ഉപയോഗിച്ച് എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡാർക്കായി. അങ്ങനെ എനിക്ക് മനസ്സിലായ ആ ഒരു പ്രൊഡക്റ്റ് കൊള്ളാം. അതിനെന്തോ 30 രൂപ 35 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. റേറ്റും കുറവാണ്, പക്ഷെ നല്ല പിങ്കും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുക റേറ്റും കുറവാണ്, നല്ല പിങ്കും ഉണ്ട്, ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നത്തില്ല, ഒരു നാച്ചുറൽ ലിപ്പ് പോലെ തോന്നത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ അത് എൻ്റെ ലിപ്പിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. പിന്നെ ഞാനത് നിർത്തി. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ പിങ്ക് മാജിക് ഒന്നും യൂസ് ചെയ്യരുത്. അത് പിങ്ക് മാജിക്കിൻ്റെ അതേ എഫക്റ്റ് ആയിരുന്നു. ഒരുപാട് മറ്റേ ലിപ്സ്റ്റിക്ക് ലിപ് ബാമുകൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഒരെണ്ണം ഗിൽറ്റഡ് ആയിട്ടുള്ള, അത് പിങ്ക് കളറായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ കളറായിരിക്കും. നമ്മൾ ചുണ്ടിലിട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് പിങ്ക് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കുറേ കഴിയുമ്പം. അതൊക്കെ ഭയങ്കര കെമിക്കൽസ് ആണ്. പിന്നെ നല്ല ലിപ് ബാം, നല്ല ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മമാർത്തിൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും ലിപ് ബാമും മമാർത്തിൻ്റെ തന്നെയാണ്. നമ്മൾ മമാർത്തിൻ്റെ കുറച്ച് റേറ്റ് കൂടുതൽ കൊടുക്കണം. റേറ്റ് കൂടുതൽ കൊടുത്താലും നമ്മുടെ ചുണ്ട്, സ്കിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി പൈസ ചിലവാക്കിയാലും വേണ്ടിയില്ല, നല്ല സാധനങ്ങളെ ഉപയോഗിക്കാവൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ആ ഒരു ലിപ്സ്റ്റിക്ക് നല്ലതാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നൂറിനാട് പോയേക്കുമായിരുന്നേ കുറച്ച് ആവശ്യത്തിന് വേണ്ടി. അപ്പം ഇട്ടതാ. ഇപ്പോഴും ചുണ്ടിന്ന് പോയിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഭയങ്കര ആ ഒരു ഡാർക്ക്നെസ് കുറയും. ഒരു റെഡ് കളറാണ് എൻ്റെ ഇരിക്കുന്നത്. ആ റെഡിൻ്റെ ഇട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കിനും ഡാർക്ക്നെസ് കുറയും. പക്ഷെ നമ്മുടെ ചുണ്ടിൽ ആ ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ടാവും. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അതിന് എത്ര എനിക്ക് തോന്നുന്നു 400 സംതിങ് രൂപയായിരുന്നു ആ ഒരു ലിപ്സ്റ്റിക്കിന്. പക്ഷെ അത്രയും രൂപയുടെ അടിപൊളി പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം മാമാർത്തിൻ്റെ തന്നെയാണ്. അത് ചെറിയ ടിൻഡഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അതും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അതും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ മോശം മാത്രമല്ല പറയുന്നത്, നല്ല സാധനങ്ങൾ നല്ലതെന്ന് തന്നെ പറയാറുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോഴായിക്കോട്ടെ, എൻ്റെ സ്കിൻ കെയർ വീഡിയോ ചെയ്യുമ്പോഴായിക്കോട്ടെ, എല്ലാം ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് നല്ല പ്രൊഡക്റ്റാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഡോട്ട് ആൻഡ് ഗീയുടെ തന്നെ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഹൈഫൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ന്യൂട്രിജിനയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 3 സൺസ്ക്രീനും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഇപ്പം ഞാൻ ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നമുക്ക് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, പിന്നെ വൈറ്റ് കാസ്റ്റിംഗ് ഇല്ലാത്ത നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ ന്യൂട്രിജിനയുടെ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വൈറ്റ് കാസ്റ്റിംഗ് കാണും. നമ്മൾ നല്ല കുറച്ച് നേരം മസാജ് ചെയ്താലേ ആ ഒരു വൈറ്റ് കാസ്റ്റിംഗ് പോകത്തുള്ളൂ. പിന്നെ ന്യൂട്രിജിനയുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിലി ആക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ന്യൂട്രിജിനയുടെ ആ ഒരു സൺസ്ക്രീൻ. പിന്നെ ഹൈഫൻ്റെ എന്ന് പറഞ്ഞാൽ അടിപൊളി സൺസ്ക്രീൻ ആണ്, ഒരു കുറവും പറയാനില്ല. അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ ഹൈഫൻ്റെത്. അപ്പൊ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നല്ലതാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ പ്രൊമോഷന് വേണ്ടി ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ആ പ്രൊമോഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പ്രൊമോഷന് വേണ്ടി അല്ല, എനിക്ക് സ്യൂട്ടായ പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൊണ്ടാണ് എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീലും സെയിം പ്രൊഡക്റ്റ് തന്നെ കാണുന്നത്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ മിക്ക ആൾക്കാരും പറയുന്നത് എന്തിനാ എന്നും ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്? കാരണം എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീലും സെയിം പ്രൊഡക്റ്റ് തന്നെയല്ലേ. എനിക്ക് എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യണം. ഇപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഓരോ ഗെറ്റ് റെഡി വിത്ത് മീലും ഓരോ പ്രൊഡക്റ്റ് മാറി യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് പ്രൂഫ് സഹിതം കണ്ടുവന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് എൻ്റെ സ്കിൻ കെയറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച്, എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.